വിപണിയുടെ സ്ഥിരാകേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കിൽ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പതാക വഹിച്ച 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും നേരിട്ടുള്ള ആക്രമണം ഉണ്ടായത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല നയതന്ത്ര ബന്ധത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതാണ് ഈ സംഭവം. ന്യൂഡൽഹിയിൽ വെച്ച് ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ ഇതിനോടകം തന്നെ ഔദ്യോഗിക പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. ശനിയാഴ്ച ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൻമാർ ഹെറാൾഡ്, ജഗ് അർണവ് എന്നീ 2 കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബോട്ടുകൾ ആക്രമണം നടത്തിയത്. സൻമാർ ഹെറാൾഡ് എന്ന ക്രൂഡ് ഓയിൽ ടാങ്കർ ഇറാഖിൽ നിന്നുള്ള എണ്ണയുമായി ഇന്ത്യയിലേക്ക് വരികയായിരുന്നു. ജഗ് അർണവ് എന്ന ബൾക്ക് കാരിയർ കപ്പൽ സൗദി അറേബ്യയിലെ അൽ ജുബൈലിൽ നിന്നാണ് യാത്ര തിരിച്ചത്. 2 കപ്പലുകളും ഇന്ത്യൻ തീരം ലക്ഷ്യമാക്കി നീങ്ങുമ്പോഴായിരുന്നു ഇറാൻ സേനയുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ഹോർമൂസ് കടലിടുക്കിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലും ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ളതോ ഇന്ത്യൻ പതാക വഹിക്കുന്നതോ ആയ കപ്പലുകൾക്ക് നേരെ ഇറാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നിരവധി ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ മേഖലയിലൂടെ യാതൊരു തടസ്സവുമില്ലാതെ കടന്നു പോകാനായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 പോലും MT ദേശ് ഖരിമ എന്ന ഇന്ത്യൻ കപ്പൽ സുരക്ഷിതമായി കടലിടുക്ക് കടന്ന് മുംബൈയിലേക്ക് തിരിച്ചിരുന്നു. ഇതേ പാതയിൽ സഞ്ചരിച്ച തൊട്ടടുത്ത കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായതാണ് ഇന്ത്യൻ ഷിപ്പിംഗ് മന്ത്രാലയത്തെയും സുരക്ഷാ ഏജൻസികളെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നത്. UK മാരിടൈം ഓപ്പറേഷൻ സെന്റർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇറാൻ സൈന്യത്തിന്റെ 2 ഗൺ ബോട്ടുകൾ യാതൊരു റേഡിയോ ആശയവിനിമയവും നടത്താതെയാണ് ഓയിൽ ടാങ്കറിനെ സമീപിച്ചത്. തുടർന്ന് കപ്പലിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ നടന്ന മറ്റൊരു സംഭവത്തിൽ ജഗ് അർണവ് എന്ന കപ്പലിന് നേരെ അജ്ഞാതമായ ഒരു പ്രൊജക്ടൈൽ വന്നു പതിച്ചു. ഇതിൽ കപ്പലിലെ ചില കണ്ടെയ്നറുകൾക്ക് ആഘാതമേറ്റുവെങ്കിലും ഭാഗ്യവശാൽ തീപിടുത്തമോ സമുദ്ര മലിനീകരണത്തിന് കാരണമാകുന്ന എണ്ണച്ചോർച്ചയോ ഉണ്ടായിട്ടില്ല. ആക്രമണം നേരിട്ട ഉടൻ തന്നെ 2 കപ്പലുകളും സുരക്ഷ കണക്കിലെടുത്ത് യാത്ര പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. കപ്പലിലുണ്ടായിരുന്ന നാവികർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നതും വലിയ ആശ്വാസമാണ്. നിലവിൽ 9ഓളം കപ്പലുകൾ ഈ പാത പിന്നിട്ട് കഴിഞ്ഞുവെങ്കിലും 13 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും പേർഷ്യൻ ഗൾഫിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയും വിദേശകാര്യ മന്ത്രാലയവും അതീവ ജാഗ്രതയിലാണ്. സംഭവത്തിനു പിന്നാലെ ശനിയാഴ്ച വൈകുന്നേരം തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇറാൻ സ്ഥാനപതി മുഹമ്മദ് ഫത്താലിയെ നേരിട്ട് വിളിച്ചു വരുത്തി. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ ഇന്ത്യയുടെ അതിശക്തമായ പ്രതിഷേധവും ആശങ്കയും അദ്ദേഹം അറിയിച്ചു. ചരക്ക് കപ്പലുകൾക്കും നാവികർക്കും സുരക്ഷിതമായ പാത ഒരുക്കുന്നതിൽ ഇറാൻ കാണിച്ചിരുന്ന മുൻകാല സഹകരണം മിശ്രി യോഗത്തിൽ എടുത്തു പറഞ്ഞു. ഇത്തരം പ്രകോപനപരമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര നാവിക നിയമങ്ങളുടെ ലംഘനമാണെന്നും മേഖലയിലെ സമാധാനം നിലനിർത്താൻ ഇറാൻ അടിയന്തരമായി ഇടപെടണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ലായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം വഷളായതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ആധാരമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇത്തരം സംഘർഷങ്ങളും ഉടലെടുക്കുന്നത്. യുദ്ധം പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്കിന്റെ സായുധ നിയന്ത്രണം തങ്ങൾക്കായിരിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്ക തങ്ങളുടെ തുറമുഖങ്ങളെ ഉപരോധിക്കുന്നത് തുടരുകയാണെന്നും ഇത് വെടിനിർത്തൽ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇറാന്റെ ഈ കടുത്ത നിലപാടുകൾ മേഖലയിലൂടെ കടന്നു പോകുന്ന 3 രാജ്യങ്ങളുടെ കപ്പലുകളെയും ഇപ്പോൾ അപകടത്തിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ സുരക്ഷയ്ക്കും ആഗോള വ്യാപാരത്തിനും ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കാനാവാത്ത പാതയാണ്. ഇറാൻ സ്ഥാനപതി മുഹമ്മദ് ഫത്താലി ഇന്ത്യയുടെ ആശങ്കകൾ ടെഹ്റാനിലെ ഉന്നത അധികാരികളെ അറിയിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. എങ്കിലും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തെയും നാവിക സുരക്ഷാ ക്രമീകരണങ്ങളെയും പുനർചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവയാണ്. വരും ദിവസങ്ങളിൽ ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന നിലപാട് ഗൾഫ് മേഖലയിലെ സമാധാനത്തിന് നിർണായകമാകുമെന്ന് ഉറപ്പാണ്.